ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ വിഭവമാണ്. ചക്കക്കുരു ഉപയോഗിച്ചുള്ള ഒരു പുളിശ്ശേരിയാണിത്. ചക്കക്കുരു ഉപയോഗിച്ച് ഞാൻ പല റെസിപ്പികളും ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചക്കക്കുരു കൊണ്ടുള്ള പായസവും ചക്കക്കുരു കൊണ്ടുള്ള മിൽക്ക് ഷേക്കും ചക്കക്കുരു കൊണ്ടുള്ള വടയും എല്ലാം അതിൽ പെടും. അതുപോലെ തന്നെ നല്ലൊരു റെസിപ്പിയാണ് ചക്കക്കുരു ഉപയോഗിച്ചുള്ള ചോക്ലേറ്റും. ചക്കയുടെയും ചക്കക്കുരുവിന്റെയും സീസൺ ആണിത്. ഈ സമയത്ത് നമുക്ക് ഈ റെസിപ്പികളെല്ലാം ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിന്റെയും ദോശയുടെയും കൂടെ എല്ലാം സെർവ് ചെയ്യാവുന്ന നല്ല ചക്കക്കുരു പുളിശ്ശേരിയാണ്. വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് നമുക്കിത് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. നമുക്ക് എങ്ങനെ ഈ ചക്കക്കുരു പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിനു ശേഷം ഇത് 2 കപ്പ് ചക്കക്കുരു ഉണ്ട്. ചക്കക്കുരു ക്ലീൻ ചെയ്യുന്നതിന്റെ വീഡിയോയും ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഈ ചക്കക്കുരുവിനെ ഞാൻ പ്രഷർ കുക്കർ ഉപയോഗിച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇതിനെ നമുക്കൊരു പ്രഷർ കുക്കറിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞളാണ് ചേർക്കുന്നത്. ഇത് അരച്ചു വെച്ചിട്ടുള്ള നാടൻ മഞ്ഞളാണ്. മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഏകദേശം 2 കപ്പോളം വെള്ളം ഒഴിക്കണം. ഈ ചക്കക്കുരു കവർ ചെയ്ത് വരുന്നത് വരെ വെള്ളം ഒഴിച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. 1-2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. കുക്കറിലെ പ്രഷർ പോയതിനു ശേഷം നമുക്ക് ചക്കക്കുരു പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കാം. അതിനു മുൻപായി നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കി വെക്കണം. ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 4 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 5 മുതൽ 10 എണ്ണം വരെ കാന്താരി മുളക് ഇവയാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളകാണ് എടുക്കുന്നതെങ്കിൽ 2 പച്ചമുളക് മതിയാവും. ഇവയെല്ലാം കുറച്ച് വെള്ളവും ചേർത്ത് നല്ല മയത്തിൽ അരച്ചു വെച്ചതാണിത്. ഇനി നമുക്ക് പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഈ മൺചട്ടിയിലോട്ട് വേവിച്ചു വെച്ചിട്ടുള്ള ചക്കക്കുരു എടുക്കാം. ഇതിലെ വെള്ളത്തോടു കൂടെ തന്നെയാണ് എടുക്കേണ്ടത്. ചക്കക്കുരു നന്നായി വെന്ത് വരണം. എന്നാൽ നമ്മുടെ പുളിശ്ശേരി ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർക്കാം. പ്രഷർ കുക്കറിലോട്ട് ഡയറക്റ്റ് തന്നെ അരപ്പ് ചേർത്ത് അതിലുണ്ടാക്കിയാലും മതി. പക്ഷെ മൺചട്ടിയിലോട്ട് മാറ്റിയാലും കുറച്ച് സമയം ഇരുന്നാൽ ഈ കറി ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഇതിനെ മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുള്ളത്. അടുത്തതായി ഞാനിവിടെ മോരെടുത്തിട്ടുണ്ട്. ഇത് നെയ്യ് കടഞ്ഞെടുത്തതിന് ശേഷമുള്ള മോരാണ്. കുറച്ച് ലൂസാണിത്. ഇനി നല്ല കട്ടിയുള്ള തൈര് വേണേലും ഉപയോഗിക്കാം. ഇത് ഏകദേശം 1 കപ്പ് ഉണ്ട്. നല്ല കട്ടിയുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് മതി. കുറച്ച് പുളിയോട് കൂടിയ മോര് ഉപയോഗിക്കുന്നതാണ് ഈ കറിയിലോട്ട് ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നമ്മുടെ കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി വേണം ഇതിലോട്ട് നമുക്ക് മോരൊഴിക്കാൻ. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ കറിയിൽ നിന്ന് ആവി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. മോരൊഴിച്ചതിന് ശേഷം കറി തിളക്കരുത്. കറി തിളക്കുകയാണെങ്കിൽ മോരെല്ലാം സെപ്പറേറ്റ് ആയി വരും. കറിയുടെ ടേസ്റ്റും കുറയും. ആവശ്യാനുസരണം നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർക്കാം. അവസാനമായി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ഞാൻ തണ്ടോടുകൂടെ തന്നെ ഇതിലോട്ട് താഴ്ത്തുകയാണ് ചെയ്യുന്നത്. സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് എടുത്ത് കളഞ്ഞാൽ മതി. മോരൊഴിച്ച കറിയിലെല്ലാം കറിവേപ്പില തണ്ടോടുകൂടെ താഴ്ത്തുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കും. നമുക്കിതിനെ അടച്ചു വെക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് ഈ കറിയിലോട്ട് വേണ്ടിയുള്ള വറവ് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടിയതിനു ശേഷം നമുക്ക് ഇതിലോട്ട് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിശ്ശേരിയിലോട്ട് ഒഴിക്കാം. വേണമെങ്കിൽ ഈ കറിവേപ്പില ഇതിന്ന് എടുത്ത് മാറ്റിയതിനു ശേഷം വറവ് ഇതിലോട്ട് ഒഴിച്ചാലും മതി. ഞാൻ ഇതിലോട്ട് ഡയറക്റ്റ് തന്നെ ഒഴിക്കുകയാണ്. സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കറിവേപ്പില എടുത്ത് മാറ്റൂ. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നാടൻ വിഭവം ചക്കക്കുരു പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഡിഷാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണിത്. വീട്ടിൽ തന്നെയുള്ള ഐറ്റംസ് ഉപയോഗിച്ച് തന്നെ നമുക്കിതിനെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. കറി വെക്കാൻ ഒന്നും ഇല്ലാത്ത ദിവസം കുറച്ച് മോരും ചക്കക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പുളിശ്ശേരി തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചക്കക്കുരു പുളിശ്ശേരി ചോറിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. സാധാരണ അധിക പേരും പുളിശ്ശേരി ചോറിന്റെ കൂടെ മാത്രമേ സെർവ് ചെയ്യാറുള്ളൂ. എന്നാൽ പുളിശ്ശേരി ദോശയുടെ കൂടെയും പുട്ടിന്റെ കൂടെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പുളിശ്ശേരിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്
അത് ദോശയുടെ കൂടെയും പുട്ടിന്റെ കൂടെയും സെർവ് ചെയ്യുന്നതും ഇഷ്ടപ്പെടും. ഇവിടെ ഞാൻ ഈ പുളിശ്ശേരി സെർവ് ചെയ്യുന്നത് ദോശയുടെ കൂടെയാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കോമ്പിനേഷനാണ് ഇത് രണ്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.